ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ലുലൂസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ലുലൂസിന് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ. ലുലൂസിന് മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ല തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു കേട്ടോ. റവ ഉപ്പുമാവും പിന്നെ മുട്ട പുഴുങ്ങിയത്. ഇപ്പം എന്നും രാവിലെ സ്നോവിയാണ് കേട്ടോ എണീപ്പിക്കാറ്. രാവിലെ അവന് വിശക്കുമ്പോൾ അവൻ വന്നിട്ട് മാന്തവും പിച്ചൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വേഗം എണീച്ചിട്ട് അവന് ഫുഡ് കൊടുക്കും. ആദ്യം അവനാണ് കേട്ടോ ഫുഡ് കൊടുക്കുക. ഇന്ന് ഞാൻ മത്തനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ മിക്കവാറും മത്തനും പിന്നെ അവൻ്റെ ഒരു ജെല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്, അതും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അത് കൂട്ടിച്ചേർത്ത് അവൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കും. ഇങ്ങനെ പുറത്തിരിക്കുന്ന സമയത്ത് ഞാൻ കഴുത്തിൽ കയറൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ വിടാറ്, അല്ലെങ്കിൽ ഒരൊറ്റ ഓട്ടമായിരിക്കും. ഇവനാണെങ്കിൽ നമ്മളിങ്ങനെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ അവൻ കടിക്കാനൊക്കെ വരും. ചെറുപ്പം ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ വേദനിക്കാത്ത കടിയായിരിക്കും കേട്ടോ കടിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊരു പാറ്റയോ പൂച്ചയോ പല്ലിയോ ഒന്നും വരാൻ ഇവൻ സമ്മതിക്കില്ല കേട്ടോ. എന്തുണ്ടെങ്കിലും വേഗം ചെന്നിട്ട് അവൻ പിടിക്കും, എന്നിട്ട് അതിനെ കളിപ്പിക്കും. തിന്നുമൊന്നുമില്ല, കൊല്ലുമില്ല, കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ദിവസം ഒരു തേനീച്ചയെ കളിപ്പിച്ചിട്ട് അവൻ്റെ വായിൽ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചുണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട്. എന്നിട്ട് നല്ല വീങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ എന്തിനു കിട്ടിയാലും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേ പിന്നെ ഒരു 9:30-10 മണിയായപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. വണ്ടി വന്നതിന് ശേഷം നമ്മൾ ബസ്സിൽ പോകുന്നത് നന്നായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ പോയിട്ട് ഇപ്പോൾ കുറേ നാളായി. ഞാൻ വർക്കിന് പോയ ആ ടൈമിലാണ് ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കമ്പനിയിൽ നിന്ന് തന്നെ വണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ആയിട്ടോ ബസ്സിൽ പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ ദൂരയാത്രയൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോലൂസിൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ലോലൂസിൻ്റെ അച്ഛൻ്റെ വീട് പാണ്ടിക്കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ എടുത്തായതുകൊണ്ട് ലോലൂസിൻ്റെ അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ടോക്കനൊക്കെ എടുത്തു. നമുക്ക് 9 ആയിരുന്നു കേട്ടോ നമ്പർ. ഇന്നത്തെ ഫുൾ കാര്യങ്ങൾ ലോലൂസിൻ്റെ അച്ഛനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്ന. എല്ലാ ചിലവുകളും ലോലൂസിൻ്റെ അച്ഛൻ തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നട്ട വെയിലത്ത് ഞങ്ങൾ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. കൈയും മുഖവും എല്ലാം രണ്ട് കളറായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നട്ട്സും കാര്യങ്ങളും മുട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്ന വഴിക്ക് അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ലോലൂസിൻ്റെ അച്ഛനും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെയർ ബാൻഡ്, മുടിവണ്ണ, അങ്ങനെയുള്ള കൊച്ചു സാധനങ്ങൾ. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാനും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ലോലൂസിനും കൂടെയുള്ള സാധനങ്ങളാണ് ഇത്. ഒരു സമയത്ത് ഞാനിതൊന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടം ആണോ ചോദിച്ചാൽ വലിയ ഇഷ്ടമില്ല, എന്നാൽ ഇഷ്ടമില്ലാത്ത കേടുമില്ല. അങ്ങനെയുള്ളൊരു ആളാണ് ഞാൻ. ഈ നട്ട്സൊന്നും എനിക്ക് വലിയൊരു കഴിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷേ ഞാനിപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്, ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബഡ്ജറ്റ് അതും കൂടെ വേണമല്ലോ. പൈസ കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനടുത്ത് ചിലവാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ചോറൊക്കെ ഉണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്.